അപ്പൊ ഇനി പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പൊ പെരുന്നാൾ റിലേറ്റഡ് ഒരു കുഞ്ഞ് കമ്മൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് ഒരു കമ്മൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചിട്ട് ഇത് കാണരുതേ. അല്ല, അങ്ങനെ പറയാൻ കാര്യം വേറെ ഒന്നല്ല, അവസാനത്തെ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കട്ടുള്ള പേപ്പറിൽ ഇതുപോലെ വരച്ചെടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതുപോലത്തെ 4 പീസാണ് കേട്ടോ നമുക്ക് ആവശ്യം. ഒരു കമ്മലിലേക്ക് 2 എണ്ണമാണ് വേണ്ടത്. എന്നിട്ട് ആ 2 പീസിലും ഇതുപോലെ നമ്മളെ കയ്യിൽ ഏത് ക്ലോത്ത് ആണോ ഉള്ളതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുക. ഞാനിപ്പോ ഈ കമ്മലിന് ഒരു കുഞ്ഞ് ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ട്. അതിനെ കൊണ്ടാണ് കേട്ടോ അതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഐപ്പിന് സെറ്റ് ചെയ്ത് വെച്ചത്. ഐപ്പിന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേനോ, അത് ആ പീസും കൂടെ അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചിത്രമാണോ വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അതിന്റെ മുകളിലേക്ക് വരച്ചും കൂടെ കൊടുക്കുക. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേനോ ഒരു പെരുന്നാളിന്റെ തീമാണ് ഉദ്ദേശിച്ചതെന്ന്, അതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പിക്ചർ കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരച്ചോളി. അങ്ങനെ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള പിക്ചറിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഗോൾഡൻ കളർ കൂടെ അടിച്ചു കൊടുത്ത് അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഗമ്മൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഞാൻ പിന്നെ വെച്ചത് ഇതുപോലുള്ള കുഞ്ഞ് ബീഡ്സ് ആണ്. ഈ കുഞ്ഞ് ബീഡ്സിനെ മൈക്രോ ബീഡ്സ് എന്നാണ് പറയുക. അങ്ങനെ അതുകൂടെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ഇത് ഗോൾഡൻ കളർ ബീഡ് അതിനെക്കൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ആദ്യം ഗോൾഡൻ കളർ കൊടുത്തത്. അത് പിന്നെ ആദ്യം അങ്ങനെ കൊടുത്തത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായി ഉണ്ടാവുമല്ലോ. അഥവാ ഇനി ഗ്യാപ്പ് ഒക്കെ വന്നിക്കുകയാണെങ്കിൽ ഈ കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഹാങ്ങിങ്സ് കൂടെ കൊടുത്ത്. അപ്പൊ അതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പൊ എങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ.